ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു കാണുന്ന ചില പര്യായ പദങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ആന. ആനയുടെ പര്യായ പദങ്ങളാണ് കരി, ഗജം, ഹസ്തി. കരി, ഗജം, ഹസ്തി എന്നൊക്കെ പറയുന്നത് ആനയെ തന്നെയാണ്. ആനയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കരി, ഗജം, ഹസ്തി. പിന്നെ കവിൾ. കവിളിന് പറയുന്ന പേരാണ് കപോലം അല്ലെങ്കിൽ ഖണ്ഡം. ഖണ്ഡം എന്ന് പറഞ്ഞാലും കപോലം എന്ന് പറഞ്ഞാലും കവിൾ തന്നെയാണ് കേട്ടോ. അടുത്തത് കാട്. കാടിന്റെ പര്യായ പദങ്ങളാണ് കാനനം, അടവി, വനം. കാനനം, അടവി, വനം. കാനനം, അടവി, വനം. അടുത്തത് കഴുത്ത്. കഴുത്തിന് നമ്മൾ കണ്ഠം, ഗളം, ഗ്രീവം എന്നൊക്കെ പറയും. കണ്ഠം, ഗളം, ഗ്രീവം എന്നൊക്കെ പറഞ്ഞാൽ കഴുത്ത് തന്നെയാണ് കേട്ടോ. കഴുത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കണ്ഠം, ഗളം, ഗ്രീവം. പിന്നെ അമ്മ. അമ്മയ്ക്ക് മാതാവ്, ജനനി, അമ്പ. ഇത് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ. ആനയ്ക്ക് കരി, ഗജം, ഹസ്തി. കവിളിന് കപോലം, ഗന്ധം. കാട്, കാനനം, അടവി, വനം. കഴുത്ത് കണ്ഠം, ഗളം, ഗ്രീവം. അമ്മയ്ക്ക് മാതാവ്, ജനനി, അമ്പ. പിന്നെ ലാസ്റ്റത്തെ ആകാശം. ആകാശത്തിന് എന്തൊക്കെയാ പറയാ? ഗഗനം, വ്യോമം, വിഹായസ്. ഗഗനം, വ്യോമം, വിഹായസ് എന്നൊക്കെ പറഞ്ഞ ആകാശത്തിന്റെ പര്യായ പദങ്ങളാണ്. ഇനി അടുത്തത് നോക്കാം. കുംഭം, കലശം, ഘടം എന്നൊക്കെ പറഞ്ഞ കുടത്തിന്റെ പര്യായ പദങ്ങളാണ്. കുടത്തിന്റെ പര്യായ പദങ്ങളാണ് കുംഭം, കലശം, ഘടം. അടുത്തത് കുതിര. കുതിരേനെ എന്തൊക്കെയാ പറയാ? അശ്വം എന്ന് പറയും, വാജി എന്ന് പറയും, ഹയം എന്ന് പറയും. അശ്വം, വാജി, ഹയം എന്നൊക്കെ പറഞ്ഞത് കുതിരയാണ് കേട്ടോ. അശ്വം, വാജി, ഹയം. എന്തൊക്കെയാണ്? അശ്വം, വാജി, ഹയം. അശ്വം, വാജി, ഹയം, കുതിര. അടുത്തത് കുരങ്ങ്. കുരങ്ങിന് നമ്മൾ കബി എന്ന് പറയും. പിന്നെ വാനരൻ. ഇത് പിന്നെ അറിയാവൂല്ലേ? കുരങ്ങ്, കബി, വാനരൻ. അടുത്തത് കുയില്. കോകിലം, പികം. കോകിലം, പികം എന്നൊക്കെ പറഞ്ഞ കുയിലാട്ടോ. കോകിലം, പികം, കുയിൽ. അടുത്തത് കോപം. കോപത്തിന് നമ്മൾ ക്രോധം എന്ന് പറയും, രോഷം എന്ന് പറയും. ഇതും എല്ലാവർക്കും കിട്ടും. പിന്നെ ക്ഷമ. ക്ഷമയ്ക്ക് നമ്മൾ സഹനം, സഹിഷ്ണുത. സഹിഷ്ണുത എന്നത് ക്ഷമയാട്ടോ. സഹിഷ്ണുത, സഹനം എന്നൊക്കെ പറഞ്ഞ ക്ഷമ. അടുത്തത് കാള. വൃഷഭം, വൃഷം എന്ന് പറഞ്ഞ കാളയാണ്. വൃഷഭം, വൃഷം, കാള. വൃഷഭം, വൃഷം, കാള. കാക്കയ്ക്ക് നമ്മൾ കാക്കൻ എന്ന് പറയും, വായസം എന്ന് പറയും. കാകൻ, വായസം. പിന്നെ കാറ്റ്. കാറ്റിന് നമ്മൾ അനിലൻ, പവനൻ, മാരുതൻ. അനിലൻ, പവനൻ, മാരുതൻ. ശ്രദ്ധിക്കുക, അനിലനാണ്. അനലൻ എന്ന് പറയുമ്പം അത് വേറെയാണ് അർത്ഥം. അനിലനാണ്, പവനൻ, മാരുതൻ. അനിലൻ, പവനൻ, മാരുതൻ. കിടക്കയ്ക്ക് നമ്മൾ ശയ്യ എന്നും പറയും, മഞ്ചം എന്ന് പറയും. ശയ്യ, മഞ്ചം എന്നൊക്കെ പറഞ്ഞ കിടക്കയാണ് കേട്ടോ. കിരീടാണെങ്കിലോ മകുടം, കോടീരം. മകുടം, കോടീരം എന്നൊക്കെ പറഞ്ഞ കിരീടമാണ്. പിന്നെ കീർത്തി. കീർത്തിക്ക് യശസ്, ഖ്യാതി. യശസ്, ഖ്യാതി, കീർത്തി. കീർത്തിയെ പറയുന്ന കീർത്തിയുടെ പര്യായ പദങ്ങളാണ് യശസ്സും ഖ്യാതിയും. പിന്നെ കുട. ഛത്രം, ആദപത്രം. ആദപത്രം പറഞ്ഞാൽ എന്താണ്? കുടയാണ്. കുടയ്ക്ക് പറയുന്ന പേരാണ് ആദപത്രം. ഛത്രം, ആദപത്രം എന്നൊക്കെ പറഞ്ഞ കുടയാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്